അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്ന് ഞാൻ പറയില്ല. ന്യായമായത് കിട്ടണം. അയ്യോ, എനിക്കറിയത്തില്ല. അല്ല, അതുപോലും വേണ്ടെന്നാ ഞാൻ പറയുന്നത്. എന്താ പോലും എന്ന് നിങ്ങൾ അങ്ങനെ പറയുന്നത്? മീഡിയ വൺ വെരി ഗുഡ്. കോൺസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾ എത്രമാത്രം മതിക്കുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം. ഒന്നുകൂടി ഉറപ്പിച്ചു. താങ്ക് യു. വാട്ട് ഇസ് റോങ്? എന്തോന്ന് പോലും? നിങ്ങൾ എന്താ ചോദിച്ചേ? അതല്ല, സഹമന്ത്രി സ്ഥാനം. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ ഞാൻ 1-2 പ്രാവശ്യം കണ്ടു. എനിക്ക് ഇതില് റിപ്പോർട്ടർ ചോദിച്ചതില് തെറ്റായിട്ടൊന്നും തോന്നില്ല. റിപ്പോർട്ടർ ചോദിക്കുന്നത് സഹമന്ത്രി സ്ഥാനം മാത്രമല്ല എന്ന് ചോദിക്കുമ്പോൾ സഹമന്ത്രി സ്ഥാനം പോലും വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് ശ്രീ സുരേഷ് ഗോപി തന്നെയാണ്. അതിനുശേഷം അങ്ങനെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം ചോദിക്കുന്നു, അല്ല എന്താ നിങ്ങൾ പറഞ്ഞത്? പോലും. അല്ല, എന്താ പോലും എന്നൊക്കെ പറഞ്ഞ് ഈ പോലും എന്നുള്ളൊരു വാക്ക് ഇട്ടിട്ട് ഈ റിപ്പോർട്ടറോട് ചൂടാവുന്നതും സുരേഷ് ഗോപി തന്നെയാണ്. അപ്പോ ഈ വാക്ക് ഉപയോഗിച്ചതും അത് പറയുന്നതും അല്ല അദ്ദേഹം തന്നെയാണ്. എന്താണ് അദ്ദേഹത്തിന് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ച് പോയിട്ട് സഹമന്ത്രിസ്ഥാനം കിട്ടേണ്ട ഒരു രോഷമാണോ അദ്ദേഹം പ്രകടിപ്പിച്ചത്? ചിലപ്പോൾ ഉള്ളിലെ വിഷമം, അതായത് ഉള്ളിൽ വിഷമം ഉണ്ടാവും. ആ സമയത്താണ് ഇവർ ഈ ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ചോദ്യമെല്ലാം ചോദിച്ചിട്ട് അദ്ദേഹം തന്നെ പോലും എന്നുള്ളതൊക്കെ പറഞ്ഞ് മറുപടി പറയുന്നതിന് ശേഷമാണ് നോക്കുന്ന മൈക്കിൽ. അല്ല, ഏതാ ചാനൽ? മീഡിയ വൺ. പിന്നെ പറയേ വേണ്ട. മീഡിയ വൺ ആണെങ്കിൽ പിന്നെ കുറച്ചും കൂടി കലിപ്പിളവല്ലേ. എന്താണെങ്കിലും എനിക്ക് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന് അറിയില്ല. പ്രത്യേകിച്ച് ഇത്രമാത്രം രോഷം കൊള്ളാൻ വേണ്ടും ആ റിപ്പോർട്ടർ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, അദ്ദേഹം ഒരു കാര്യം പറയുന്നത് കേട്ട്, കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച്. ഈ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയാനുള്ളൊരു അർഹത ഈ പാർട്ടിക്കുണ്ടോ? സാർ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കോൺസ്റ്റിറ്റ്യൂഷന് എത്രമാത്രം പ്രാധാന്യമാണ് നിങ്ങളുടെ പാർട്ടി കൊടുക്കുന്നത് എന്ന് ഇന്ത്യൻ ജനത മനസ്സിലാക്കി കഴിഞ്ഞ കാര്യം എനിക്ക് തോന്നുന്നു അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഈ BJP എന്നൊരു പറയുന്ന ഈ പാർട്ടി കോൺസ്റ്റിറ്റ്യൂഷൻ അത്രമാത്രം ബഹുമാനിക്കുന്നതാണോ? അത്രമാത്രം ബഹുമാനിക്കുന്നുണ്ടോ? എല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ് എത്രമാത്രം അവർ അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, എത്രമാത്രം അവർ ബഹുമാനിക്കുന്നുണ്ടെന്നല്ല എല്ലാം. അപ്പൊ അദ്ദേഹം ആ ഒരു വീഡിയോയിൽ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും പറയുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് എനിക്കൊന്ന് പ്രതികരിക്കണം എന്ന് തോന്നി. കാരണം നമുക്കറിയാം അവരെങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയെ കാണുന്നതെന്നും ഭരണഘടനയ്ക്ക് എന്ത് വിലയാണ് ഈ സർക്കാർ കൊടുക്കുന്നതെന്നുമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അദ്ദേഹത്തിന് അത് പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. സാരില്ല, പറഞ്ഞു പോയതായിരിക്കും. ഓക്കെ. അപ്പോ ഇന്നലെ സത്യപ്രതിജ്ഞ എല്ലാം കഴിഞ്ഞു. ഇതൊന്നുമല്ല കേട്ടോ രസം. അതായത് നമുക്കറിയാം, ഇന്നലെ മോദി സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് വരുന്നു, സത്യപ്രതിജ്ഞ എല്ലാം നടക്കുന്നു. ആ സമയത്ത് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ആ സമയത്താണ് അടുത്തൊരാള് പോസ്റ്റുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. മറ്റാരുമല്ല, നമ്മുടെ തിരുവനന്തപുരത്തിന് വേണ്ടി മത്സരിച്ച രാജീവ് ചന്ദ്രശേഖരൻ. അദ്ദേഹം ട്വിറ്ററിലും ഫേസ്ബുക്കിലൊക്കെ ഒരു പോസ്റ്റുമായിട്ട് വരുന്നു. അതായത്, തോറ്റു പിന്മാറേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ 18 വർഷത്തെ രാഷ്ട്രീയ പൊതുപ്രവർത്തനം ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വളരെ വിഷമത്തോടെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, തിരുവനന്തപുരത്തിനുവേണ്ടി അദ്ദേഹം മത്സരിച്ചപ്പോൾ ഒരുപാട് പദ്ധതികളെല്ലാം പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് നടപ്പാക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞിരുന്നു, തോറ്റാലും ഞാൻ തിരുവനന്തപുരത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്നൊക്കെ പറഞ്ഞൊരു വ്യക്തിയാണ് സത്യപ്രതിജ്ഞരാന്ന് തന്നെ ഈ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. സന്തോഷിക്കുകയല്ലേ വേണ്ടത് നിങ്ങള്? വീണ്ടും അധികാരത്തിലേക്ക് മോദി സർക്കാർ വരുന്നു. നമ്മളുടെ കേരളത്തിൽ നിന്ന് വീണ്ടും 2 മന്ത്രിമാര്, സഹമന്ത്രിമാരെ കിട്ടുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ സന്തോഷിക്കേണ്ട ഒരു അവസരത്തിൽ അദ്ദേഹം ഈ വിഷമിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ടാവാം തോറ്റാലും അദ്ദേഹത്തെ വിളിക്കുമെന്ന്. പക്ഷെ എന്തോ മോദിജി വിളിച്ചില്ല. വിളിച്ചത് മറ്റു 2 ആൾക്കാരെയാണ്. ഒന്ന് നമ്മുടെ സുരേഷ് ഗോപിയെയും മറ്റേത് അറിയാം ജോർജ് കുര്യനെയും. അപ്പൊ ഇവര് 2 പേരെയും വിളിക്കുന്നു. ഇവരോട് അങ്ങോട്ട് ചെല്ലാൻ ക്ഷണം കൊടുക്കുന്നു, ചാർട്ടേഡ് ഫ്ലൈറ്റും കൊടുക്കുന്നു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ പുള്ളിക്ക് മനസ്സിലായി, ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല, എന്നെ വിളിക്കില്ല എന്ന് മനസ്സിലായി എന്ന് തോന്നുന്നു. അതിനുശേഷമാണ് ഈ ഒരു പോസ്റ്റ്. ഓക്കെ. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോ ചിലപ്പോൾ മറ്റു പ്രവർത്തകരൊക്കെ കണ്ട് അദ്ദേഹത്തോട് പറഞ്ഞ എന്താണെന്ന് അറിയില്ല. അതിനുശേഷം വീണ്ടും ഒരു പോസ്റ്റുമായിട്ട് വരുന്നു. ഈ പോസ്റ്റ് ഇട്ടത് ഞാനല്ല, എന്റെ പാർട്ടിയിലുള്ള എന്റെ കൂടെയുള്ള മറ്റാരോ ആണ് ഇതിട്ടത്, ഞാൻ അറിഞ്ഞിട്ടില്ല ഈ പോസ്റ്റ് ഇട്ടതെന്നൊക്കെ പറഞ്ഞ് വീണ്ടും അതിനെ ന്യായീകരിച്ചുകൊണ്ട് വരുന്നു. അപ്പൊ ഒരു അവസരവാദിയാണോ അദ്ദേഹം? അപ്പൊ എന്തുകൊണ്ടാണെങ്കിലും തിരുവനന്തപുരത്തുകാർക്ക് ബോധമുണ്ടെന്ന് മനസ്സിലായി. ഇങ്ങനെയുള്ള ഒരാളെ അവരെന്തായാലും തിരഞ്ഞെടുത്തില്ല. അവർ ചെയ്തത് വളരെ നല്ല കാര്യം തന്നെയാണ്. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്തിനാ
ഇങ്ങനെ അവസരത്തിന് ഒത്തുമാറുന്ന ആൾക്കാരൊക്കെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ തിരുവനന്തപുരത്ത് തിരിച്ചറിഞ്ഞു, അദ്ദേഹത്തെ ജയിപ്പിച്ചില്ല. അത് അവരുടെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എന്താണേലും ശരി, സന്തോഷകരമായ ഒരു കാര്യമാണ് നടന്നു. സത്യപ്രതിജ്ഞ എല്ലാം നടന്നു. അപ്പൊ എന്തായാലും അദ്ദേഹം അല്ലായിരുന്നു കേട്ടോ അത് പോസ്റ്റ് ഇട്ടത്. ഈ പറയുന്ന വ്യക്തിയല്ല. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ട്വിറ്ററിലെല്ലാം പോസ്റ്റ് ഇട്ട് അദ്ദേഹമല്ല, അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ മറ്റാരോ ആണെന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്കത് വിശ്വസിക്കാം, അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. അദ്ദേഹം തന്നെ വന്ന് വീണ്ടും പറയുന്നു ഞാനല്ല ഇട്ടാന്ന്. ഓക്കെ, ഞങ്ങൾ അത് വിശ്വസിച്ചു കേട്ടോ. എന്നാലും ഉള്ളിലെ വിഷമങ്ങളൊക്കെ കരഞ്ഞു തീർക്കുന്നതിന് പകരം അവരിങ്ങനെ പോസ്റ്റായിട്ടും അതുപോലെ പത്രപ്രവർത്തകരോടൊക്കെ ദേഷ്യമായിട്ടൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള ഭരണം, അതായത് ഇനിയുള്ള കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഇവരുടെ ഭരണങ്ങളെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ, ജസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഇങ്ങനെയൊക്കെ പൊട്ടിത്തെറികളൊക്കെ തുടങ്ങി. നോക്കാം വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും. നല്ല രീതിയിൽ തന്നെ ഭരണം മുന്നോട്ട് പോട്ടെ എന്നുള്ള ആശംസ മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെ തന്നെ ആവട്ടെ. അപ്പൊ എന്താണെങ്കിലും കാര്യങ്ങളൊക്കെ വളച്ചൊടിക്കുന്നുണ്ട് ഇവര് രണ്ടുപേരും. ഒരാള് പറയാത്ത കാര്യം അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് റിപ്പോർട്ടർക്കെതിരെ ചൂടാവുന്നു. മറ്റൊരാള് ഞാനല്ല ഇട്ടത്, എന്റെ ടീമിൽ മറ്റാരാണ് ഇട്ടതെന്ന് പറഞ്ഞ് വീണ്ടും വരുന്നപ്പോ അവസരവാദികളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്താണെങ്കിലും നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ നല്ല രീതിയിൽ തന്നെ പോട്ടെ. ഇതിപ്പോ തുടക്കമേ ആയിട്ടുള്ളൂ, ജസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഇങ്ങനെയൊക്കെ തുടങ്ങി. എന്താണെങ്കിലും നല്ല രീതിയിൽ തന്നെ വരണം, മുന്നോട്ട് പോട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.